മെൻസസ് ടൈമിൽ നല്ല ഉറക്കം എന്നുള്ളത് മിക്കവർക്കും സാധിക്കാത്ത കാര്യമാണ്. പീരീഡ് ആകുമ്പോൾ വേദന കൂടിയുണ്ടെങ്കിൽ ഉറക്കം പിടിക്കാൻ നന്നായി ബുദ്ധിമുട്ടേണ്ടിയിരിക്കുന്നു. മെൻസസ് ടൈമിൽ കഴിയുന്നതും രാത്രി ഭക്ഷണം വളരെ ലഘുവാക്കുന്നതും വളരെ നേരത്തെ, അതായത് ഉറങ്ങുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നെങ്കിലും രാത്രി ഭക്ഷണം കഴിച്ച് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അതേപോലെ തന്നെ കാപ്പി, ചായ, ആൽക്കഹോളിക് ബിവറേജസ് ഇതൊക്കെ പീരീഡ് ടൈമിൽ ഒഴിവാക്കുന്നത് നല്ല ഉറക്കം കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നന്നായി ശുദ്ധജലം കുടിക്കാവുന്നതാണ്. എന്നാൽ രാത്രിയിൽ യൂറിൻ പാസ് ചെയ്യാൻ അടിക്കടി എഴുന്നേൽക്കുന്നത് ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യുന്നത് കൊണ്ട് രാത്രിയിലുള്ള വെള്ളം കുടിക്കുന്നതിൻ്റെ തോത് അല്പം കുറയ്ക്കാവുന്നതാണ്. നല്ല വൃത്തിയുള്ള വായുസഞ്ചാരമുള്ള മുറിയിൽ കിടക്കാൻ ശ്രമിക്കുക. AC ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു 27-28 ടെമ്പറേച്ചർ ക്രമീകരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അതായത് നോർമൽ ടെമ്പറേച്ചറിനേക്കാൾ ഒരു 5 ഡിഗ്രി മാത്രം കുറച്ച് AC ഉപയോഗിക്കുന്നതാണ് പീരീഡ് ടൈമിലെ വേദന കുറയ്ക്കാൻ നല്ലത്. എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കോൾഡ് ക്ലൈമറ്റ് തന്നെ നമ്മുടെ ക്രാമ്പിംഗ് പെയിൻ ട്രിഗർ ചെയ്യും. അതുപോലെ തന്നെ കംഫർട്ടബിളായ ഒരു സ്ലീപ്പിംഗ് പൊസിഷൻ തിരഞ്ഞെടുക്കാമെങ്കിലും കഴിയുന്നതും കമന്ന് കിടക്കാതിരിക്കുക. കമന്ന് കിടക്കുമ്പോൾ നമുക്ക് യൂട്രൈൻ സർക്കുലേഷൻസ് കാര്യങ്ങളെല്ലാം ഒന്ന് ബ്ലോക്ക് ആവുകയും കുറച്ചുകൂടി ആ ഹെവിനെസ്സും പെയിനും ഒക്കെ കൂടുകയും ചെയ്യും. സ്ലീപ്പിംഗ് പില്ലോസ്, അതേപോലെ തന്നെ പ്രഗ്നൻസി പില്ലോസ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ചെരിഞ്ഞ് കിടക്കുമ്പോൾ 2 മുട്ടിനും ഇടയിലുള്ള ഗ്യാപ്പിൽ നമുക്ക് പില്ലോസ് വയ്ക്കാവുന്നതാണ്. അതേപോലെ നിവർന്ന് കിടക്കുകയാണെങ്കിൽ നമ്മളുടെ 2 മുട്ടിൻ്റെയും താഴ്ഭാഗത്തായി കംഫർട്ടബിൾ പൊസിഷനിൽ ഒരു പില്ലോ വയ്ക്കുന്നതും ഗർഭപാത്രത്തിൻ്റെ ഭാഗത്തുള്ള മസിൽ ടെൻഷൻ കുറയ്ക്കുകയും പീരീഡിൻ്റെ പെയിൻ ഇത്തിരി കുറഞ്ഞു കിട്ടാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ മെൻഷൻ ചെയ്ത ഈ പൊടിക്കൈകൾ ഏതെങ്കിലും നിങ്ങൾ പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. താങ്ക് യു.